എന്റെ കൂട്ടുകാരെ, അപ്പൊ ഇത് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയൊക്കെ ബാക്കി വരികയാണെങ്കിലേ നമുക്ക് നല്ലൊരു കിഡിലെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വൈകുന്നേരം നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ചായൻ്റെ ഒപ്പൊക്കെ ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 4 ചപ്പാത്തി മുഴുവനായിട്ടും പിന്നെ ഒരു പകുതി ചപ്പാത്തിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ചപ്പാത്തി നമുക്ക് നന്നായിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് നമുക്ക് റോളാക്കിയിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. നമ്മളെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അപ്പോൾ സൂപ്പറായിട്ട് ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബീറ്ററൊന്നും വേണമെന്നില്ല, നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 2 ഏലക്ക കുത്തിച്ചതച്ച് പൊടിച്ചെടുത്തതും അതുപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും വേണം കേട്ടോ. ഈ ചപ്പാത്തിയിലേക്കും മുട്ടയിലേക്കും ഒക്കെ കണക്കായിട്ടുള്ള പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്കൊക്കെ ആവശ്യത്തിന് എത്രത്തോളം പഞ്ചസാര ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. കുറച്ച് സമയം നമുക്കൊരു 5 മിനിറ്റ് ഇത് ചൂടാകാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടിയിൽ നമുക്ക് നല്ലോണം തീ നേരിട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ട് കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഓയിൽ വെച്ച് കൊടുക്കാം. ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടറും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഓയിൽ വെച്ചിട്ട് നല്ലോണം ചുറ്റിച്ചു കൊടുക്കേണ്ട ഒരു സ്പൂൺ വെച്ചിട്ട് ചുറ്റുഭാഗത്ത് വെക്കും. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ കലക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു മുട്ടയില്ലേ, അതിലേക്ക് നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കുക. സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നല്ല കട്ടിയൊന്നും ഇല്ലാതിരിക്കാനേ, കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ നമ്മൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സോറി, പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളടുത്ത് പാലില്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ആദ്യം മുട്ട നമ്മൾ പൊട്ടിച്ച് കലക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ പാല് മിക്സ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കലക്കി കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ തയ്യാറായിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ചൂട് നല്ലോണം നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റവ് ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ കലക്കി വെച്ച ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊരു നമ്മൾ ഈ കേക്കൊക്കെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു പാത്രമാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് ഇതിന് നല്ല ടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ തുറന്ന് നോക്കണം. തുറന്ന് നോക്കിയിട്ട് ഇതിൽ മേലേക്ക് നല്ലോണം ഈ കലങ്ങിയ മുട്ടയൊന്നും നല്ലോണം വെന്ത് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 10 മിനിറ്റ് മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ തീയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒന്ന് കുത്തി കൊടുത്തപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നല്ലൊരു കളറ് കിട്ടാനും നല്ലൊരു വെന്ത് മുരിച്ചിലൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ഇത് തട്ടി കൊടുക്കാം. പാനിൽ നമ്മൾ എന്തായാലും ഓയിൽ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു പാനിലേക്ക് തട്ടിയിട്ട് നല്ലോണം ഒരു 5 മിനിറ്റോളം മതി കേട്ടോ. 5-3 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇപ്പോൾ റെഡിയായി വന്നപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇത് തട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ഒരു സ്നാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കേക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മക്കൾക്ക് ഇത് നല്ലോണം ഇഷ്ടാവേ. മക്കൾക്ക് നമുക്ക് വേണ്ടിയിട്ട് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേ ഇത് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലേ. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.